ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ പ്രിയ രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എൻ്റെ കൊച്ചുകഥയുടെ പേരാണ് മരത്തിൽ കല്ലെറിയുന്ന കുട്ടി. മദീനയിൽ ഒരു വികൃതിയായ കുട്ടി ഉണ്ടായിരുന്നു. അവൻ നല്ല കുട്ടിയാണെങ്കിലും അവൻക്കൊരു ചീത്ത സ്വഭാവമുണ്ട്. കാണുന്ന മരത്തിലൊക്കെ കല്ലെറിയുന്ന സ്വഭാവം. അത് ചെയ്യാനാൽ വല്ലാത്ത പൊറുതികേടാണ്. ഒരു ദിവസം കുട്ടി നല്ല മുഴുത്ത കല്ലുകളുമായി ഒരു മരത്തിൻ്റെ അടുത്തെത്തി. തണൽ വീണെടുക്കുന്ന ആ മരത്തണലിൽ ഈന്തപ്പനകൾ കുലുച്ചു നിന്നു. ഹായ്! കുട്ടിയുടെ കൈ തെറിച്ചു. അവൻ വേഗം കല്ലെറിയാൻ തുടങ്ങി. പഴങ്ങൾ കൊഴിഞ്ഞു വീണു. ഏറു നിർത്തി അടുത്ത പണി തുടങ്ങി. വീണ പഴങ്ങൾ പെറുക്കി തിന്നുക. വേറെ നിറഞ്ഞപ്പോൾ കുട്ടി പോയി. കുട്ടി ആലോചിച്ചില്ല. കല്ലെറിഞ്ഞ മരത്തിന് കേട് പറ്റുമെന്നും തോട്ടത്തിന്റെ ഉടമസ്ഥനറിഞ്ഞാൽ പിടികൂടുമെന്നും കുട്ടി ആലോചിച്ചില്ല. ഒരു ദിവസം അത് സംഭവിച്ചു. തോട്ടത്തിന്റെ ഉടമസ്ഥൻ കാത്തിരുന്നു. കുട്ടിയെ പിടികൂടി മുഹമ്മദ് നബിയോടത്താണ് കൊണ്ടുപോയത്. കുട്ടി ആലോചിച്ചു. തന്നെ ശകാരിക്കുമെന്നും ദേഷ്യപ്പെടുമെന്നും കുട്ടി നിന്ന് വിറച്ചു. നബിയോ വളരെ ശാന്തനായി സൗമ്യനായി കുട്ടിയോട് ചോദിച്ചു, എന്തിനാ കുഞ്ഞി നീ മരത്തിന് കല്ലെറിയുന്നത്? കുട്ടി പറഞ്ഞു, ഈന്തപ്പഴം കിട്ടാനാ. എന്നിച്ചവന്റെ നിഷ്കളമായ ചോദ്യം. കല്ലെറിയാതെ എങ്ങനെയാ ഈന്തപ്പഴം കിട്ടുക? നബിക്ക് വിവേകമില്ലാത്ത കൊണ്ടാണ് കുട്ടി ഈ തെറ്റ് ചെയ്യുന്നതെന്ന് നബിക്ക് ഉറപ്പുമായി. കുട്ടിയോട് പറഞ്ഞു, കല്ലെറിഞ്ഞാൽ മരത്തിന് കേടുപറ്റും. ഒരിക്കലും പഴം തരില്ല. കിട്ടാനാണ് താനേ കൊയ്തവില്ലേ? കുട്ടിയോട് പറഞ്ഞു. കുട്ടി നബി തലയിൽ തൊട്ടു സത്യം ചെയ്തു. കുട്ടി പോയി. എല്ലാവർക്കും എൻ്റെ കൊച്ചു കഥ ഇഷ്ടപ്പെട്ടല്ലോ. എൻ്റെ അസ്സലാം